ഇനി വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന സംഭവം മന്ത്രി പി എ മുഹമ്മദ് റിയാസിനുള്ള ബന്ധം കൊണ്ടാണോ നമ്മൾ ഈ വാർത്ത കൊടുക്കാൻ എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചിരുന്നു. ആ പ്രേക്ഷകനോട് ഒരു മറുപടിയായിട്ട് ഞാൻ പറയുകയാണ്, ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്തത് 24 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വാർത്തയ്ക്ക് ഒരു തുടർ വാർത്ത വന്നിരിക്കുന്നു. ഈ വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന അപകടത്തിൽ ടൂറിസം ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. മന്ത്രി റിയാസ് ഇന്നലെ റിപ്പോർട്ട് തേടിയിരുന്നു. ഇന്നലെ വൈകുന്നേരം 4 മണിയോടെയായിരുന്നു അപകടം ഉണ്ടായത്. എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നു. അതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി. സ്വകാര്യ ഏജൻസിക്കാണ് ബ്രിഡ്ജിൻ്റെ നടത്തിപ്പ് ചുമതല. ഏതാണ്ട് 60ഓളം ആളുകൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഉള്ളപ്പോഴാണ് ഈ ബ്രിഡ്ജ് തകർന്നു വീണത്. ഹരികൃഷ്ണൻ വർക്കലയിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് ഹരികൃഷ്ണൻ, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്നലെയാണ് ഇത്തരത്തിൽ ഇവിടെ ഈ വർക്കല ബീച്ചിൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഒരു അപകടമുണ്ടായത്. വലിയ ഒരു ദുരന്തം തന്നെ, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ കരുതാം. വലിയൊരു ദുരന്തമാണ്. 60 പേരോളം ഈ സമയത്ത്, ഈ അപകട സമയത്ത് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരികൾ ഇപ്പോഴും തകർന്നു കിടക്കുന്ന രീതിയിലാണ്. ഇന്നലെ ഇവിടെ ഈ കടലിൽ വലിയ രീതിയിലുള്ള തിരമാലകൾ അടിക്കുന്നുണ്ട്. ഇതിലും ശക്തമായാണ് ഇന്നലെ ഈ അപകട സമയത്ത് ഇവിടെ തിരമാല അടിച്ചത്. ആ സമയത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ ഉയർന്നു പോകുന്നതാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഈ വശത്തുള്ള ഈ കൈവരികൾ തകർന്നു പോയതാണ് ഈ അപകട കാരണം. 60 പേരോളം കടലിലേക്ക് വീണു എന്നുള്ളതാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. ഇതിൽ 15 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. അതിൽ 7 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ നില, അതായത് ഒരു ഹൈദരാബാദ് സ്വദേശിനിയുടെ നില അല്പം ഗുരുതരമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോഴും നമുക്കിവിടെ കാണാൻ കഴിയുന്ന സാഹചര്യം എന്ന് വെച്ചാൽ ഈ വർക്കല ബീച്ചിൽ നിരവധി ആളുകൾ, ആഭ്യന്തര വിനോദ സഞ്ചാരികളടക്കം നിരവധി ആളുകൾ എത്തുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ തിരക്കുണ്ട്. ഇപ്പോഴും ഈ ചില ആളുകളൊക്കെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറാനുള്ള ഒരു ഇതൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അത് ഈ ഇവിടെ സുരക്ഷാ ജീവനക്കാർ കർശനമായത് നിരോധിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഈ സംഭവത്തിൽ ഈ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇന്നലെ തന്നെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് തേടിയിരുന്നു ടൂറിസം ഡയറക്ടറോട്. ഈ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. ടൂറിസം ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഇത്തരത്തിൽ ഈ വിശദീകരണം, അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ട അപകടവുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വിശദീകരണം നൽകുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ തിരുവനന്തപുരം ജില്ലയിൽ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ പല ബീച്ചുകളിലും നടപ്പിലാക്കാനുള്ള ഒരു ഉദ്ദേശം കൂടി ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ ആക്കുളത്തൊക്കെ ഇപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വരികയും ചെയ്യുന്നുണ്ട്. അതൊക്കെയും ഈ ഒരു അപകടത്തിന്റെ സാഹചര്യത്തിൽ എന്തുമാത്രം സുരക്ഷ പാലിച്ചാണ് അത് നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ നടത്തിപ്പൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇത് എന്തായാലും ഒരു സ്വകാര്യ ഏജൻസിക്കാണ് ഇത്തരത്തിന്റെ നടത്തിപ്പ് ചുമതല. ഇന്നലെ ഈ ഉയർന്ന തിരമാല ജാഗ്രത നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും ഈ ഏജൻസി ഈ വന്ന സഞ്ചാരികളോട് ഇത്തരത്തിൽ ഒരു നിർദ്ദേശമൊന്നും നൽകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് ഈ അപകടത്തിൽ. ഓക്കെ, താങ്ക് യു ഹരികൃഷ്ണൻ. ബെന്നി പാറപ്പുറം ഈ വാർത്ത എവിടെയെന്ന് ചോദിച്ചിരുന്നു. ഇപ്പോൾ വാർത്ത ഹരികൃഷ്ണൻ വർക്കലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. ഇന്നലെയും ആ വാർത്ത നമ്മളാണ് കൊണ്ടുവന്നതെന്ന് കൂടി മനസ്സിലാക്കുക. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽപ്പെട്ട ഉടനെ തന്നെ ഈ വാർത്ത ഹരികൃഷ്ണൻ റിപ്പോർട്ട് ചെയ്തിരുന്നു.